RMS ടൈറ്റാനിക്കിന്റെ കഥ ഐതിഹാസികമായി മാറിയ ഒന്നാണ്. അതിമോഹത്തിന്റെയും സമൃദ്ധിയുടെയും അത്യന്തികമായി വിനാശകരമായ ദുരന്തത്തിന്റെയും കഥ. വൈറ്റ് സ്റ്റാർ ലൈൻ നിർമ്മിച്ച ടൈറ്റാനിക് അക്കാലത്തെ ഏറ്റവും വലുതും ആഡംബരപൂർണവുമായ കപ്പലായിരുന്നു. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാപ്ടണിൽ നിന്ന് ഗാംഭീര്യവും കാത്തിരിപ്പും അന്തരീക്ഷത്തിൽ നിറച്ചുകൊണ്ട് അത് യാത്ര ആരംഭിച്ചു. ഒരു നീന്തൽക്കുളം, ഒരു ജിംനേഷ്യം, കൂടാതെ ഒരു സ്കാഷ് കോർട്ട് എന്നിവയുൾപ്പെടെയുള്ള അതിഗംഭീരമായ സൗകര്യങ്ങളാൽ കപ്പൽ പ്രശംസിക്കപ്പെട്ടു. അതിലെ സമ്പന്നരായ യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. എന്നിരുന്നാലും വിധിക്ക് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഏപ്രിൽ 14 രാത്രി വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമൂടിയ വെള്ളത്തിൽ ടൈറ്റാനിക് ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചു. ആഘാതം കപ്പലിന്റെ പുറംചട്ടയ്ക്ക് പരിഹരിക്കാനാവാത്ത കേടുപാടുകൾ വരുത്തി. അതതിന്റെ ദാരുണമായ മരണത്തിലേക്ക് നയിച്ചു. കഴിയുന്നത്ര ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ലൈഫ് ബോട്ടുകളുടെ അഭാവവും അതിനെ തുടർന്നുണ്ടായ അരാജകത്വവും വിനാശകരമായ ജീവഹാനിയിൽ കലാശിച്ചു. കപ്പലിലുണ്ടായിരുന്ന 2200-ലധികം ആളുകളിൽ നിന്ന് 705 പേർ മാത്രമാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്.